യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസ് അന്വേഷണം കൂടുതൽ നേതാക്കളിലേക്ക്. മുഖ്യപ്രതി ജെയ്സൺ മുകളിൽ സിആർ കാർഡ് ആപ്ലിക്കേഷൻ കൂടുതൽ പേർക്ക് പങ്കുവച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. സിആർ കാർഡിന്റെ സഹായത്തോടെ വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയതായാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയ കാസർഗോഡ് സ്വദേശി രാകേഷ് ആനന്ദിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. സിആർ കാർഡ് ആപ്ലിക്കേഷൻ നിരവധി പേർക്ക് ജെയ്സൺ കൈമാറിയെന്നാണ് രാകേഷിന്റെ മൊഴി. ഈ ആപ്പിന്റെ സഹായത്തോടെ വ്യാപകമായി വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് ആപ്ലിക്കേഷൻ നിർമ്മിച്ചതെന്ന് നേരത്തെ ജെയ്സൺ പോലീസിന് മൊഴി നൽകിയിരുന്നു. ആപ്പ് ആർക്കൊക്കെയാണ് കൈമാറിയതെന്ന് കണ്ടെത്താൻ ജെയ്സന്റെ കമ്പ്യൂട്ടറും മൊബൈൽ ഫോണുകളും ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ ജെയ്സന്റെയും രാകേഷിന്റെയും വീടുകളിൽ പരിശോധന നടത്താനാണ് പോലീസ് നീക്കം. പത്തനംതിട്ട കേന്ദ്രീകരിച്ച വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച കേസിലെ മുഖ്യപ്രതി എം.ജെ. രഞ്ജു അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് പോലീസിന്റെ പരാതി. ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ടിട്ടും രഞ്ജു ഹാജരായിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ ഉപാധ്യക്ഷനായ രഞ്ജുവിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുണ്ട്. രഞ്ജുവിന്റെ സഹായികളായ 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ച സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ ഇതുവരെ അന്വേഷണം തുടങ്ങിയിട്ടില്ല. കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി പരിഗണിച്ച അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. അതിനിടയിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടയാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ബി.ജെ.പി. സഹായം തേടിയതായി ആരോപണവും ഡിവൈഎഫ്ഐ ഉന്നയിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.